പിന്നെ മൂപ്പര് പറഞ്ഞേണ്ട 12 കൊല്ലായി എന്നുള്ളതാ തെളിവ്. എന്നാ നിങ്ങൾക്ക് രസിക്കണോ? ഇനി അയാൾ പറയാൻ പോകുന്നത് 200ഓളം കൊല്ലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാറത്തിന്റെ മുകളിൽ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന പദ്യം എഴുതി വെച്ചിട്ട്. അതുകൊണ്ട് മൂപ്പര് പറയാ അത് 200 കൊല്ലല്ലാണ്ടായിട്ടുണ്ടോ? അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. യമൻ എന്ന് തുടങ്ങുന്ന പദ്യമുണ്ട്. റസൂലുള്ളാഹിനെ വിളിച്ച് ചോദിക്കുന്ന പദ്യം, മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ ഇസ്തിഗാസയുടെ പദ്യം. അത് തെളിവ് ഉദ്ധരിക്കുന്ന ഞങ്ങളെ കുറ്റം പറ്റി മൂപ്പര് പറയാണ് ഇത് നബി ചൊല്ലിയതാണോ സഹാബി ചൊല്ലിയാണോ? ഒരു 200ഓളം കൊല്ലം മുമ്പ് ഒരു കാക്ക ചൊല്ലിയല്ലേ? 12 കൊല്ലം മൗലവി ചെയ്താൽ തെളിവ്. 200 കൊല്ലം മദീനത്തെ പള്ളിന്റെ ചുമരുമ്പൽ മഹാന്മാരെ എഴുതി വെച്ചാൽ കാക്ക. ഇതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ചെല്ലാനുള്ള പദ്യങ്ങളിൽ അതാ പോയി നോക്കുന്നത് പറയണം. 2 മുമ്പ് ഞാൻ മദീന പോയപ്പോൾ കണ്ടു. എന്തോ കണ്ടത് അവിടെ എഴുതിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ഇതിന്റെ കള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് എന്താ വലിയൊരു ജാറത്തിന്റെ പറയുന്നു. ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വിട്ടിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ. തന്നെ റസൂലുള്ളാഹിയുടെ ഖബറെ മകനെ കാണാൻ കഴിയൂല. മദീനത്ത് പോയിട്ടുള്ള ആളുകൾക്കറിയാം. ഇവര് പറയുന്നത് അവിടെ പോയി നോക്കുന്ന മുജാഹിദ് എപ്പോഴും കാണാത്ത പദ്യങ്ങൾ സഹാബിമാര് ചൊല്ലിയ പദ്യങ്ങളാണ്. എന്താ ചൊല്ലിയത്? പദ്യങ്ങളാ മദീനത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഇതാരാ എഴുതിയതെന്നാടിയേ? ഇതാരെഴുതിയതാ? സഹാബിമാരുടെ പദ്യമാണോ? ഇതാരിക്കാട്ടിയ പദ്യ കേട്ടോ? 1191. ഇതിപ്പോ 1426 1191 സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ ഇബ്നു സുൽത്താൻ അഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ ഈ കവിതയുടെ മഹത്വം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുകളിൽ ഇത് കൊത്തിവെക്കപ്പെട്ടു. ഇപ്പോൾ ഇതിൽ റബ്ബുൽ ജമാലി എന്ന് തുടങ്ങുന്ന വരിയല്ലാത്ത മിക്കതും മായ്ക്കപ്പെട്ടുപോയി. ഇത് റസൂലുള്ളാഹിക്ക് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, താബീഈങ്ങൾക്ക് പരിചയമില്ല, ഇമാമുകൾക്ക് പരിചയമില്ല. ലോകത്തെ 1000 ചില്ലാനും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് 10-200 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ കാക്കമാരി എഴുതിയുണ്ടാക്കിയ പദ്യങ്ങൾ അവിടെ ഹറമിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ മുജാഹിദുകളോട് റസൂലുള്ളാഹിനെ എതിരാക്കുന്ന പദ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാൻ നിൽക്കുകയാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വ്യക്തതയാണ്. അത് സഹാബത്ത് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിൽക്കാലത്ത് നിങ്ങൾ അവർ എന്തൊക്കെ തെറ്റ് കുട്ടിയെന്ന് ഇസ്ലാം ദീനിൽ തെളിവല്ല. മദീനത്തെ ഹറമിൽ 1191 അന്നുള്ള ആലിമീങ്ങൾ മുതൽക്ക് ഇന്നുവരെയുള്ള സർവ്വ ആലിമീങ്ങളെയും അംഗീകാരത്തോടെ ബഹുമാനാദരവോടെ മഹത്വം കൊണ്ടാണ് വേറെ എന്ന് പറഞ്ഞല്ലോ. ആ ബൈത്തിന്റെ മഹത്വം കൊണ്ടാണ് എഴുതി വെച്ചത്. അങ്ങനെ എഴുതി വെച്ച പദ്യം 1191. അതാ ഞാൻ പറഞ്ഞത് 200-ലധികം കൊല്ലമായി അവിടെ എഴുതി വെച്ചിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇബ്നു ബാസും അതുപോലെ തന്നെ ഉസൈമീനും നിങ്ങളെ മുഴുവൻ നേതാക്കന്മാരെന്ന് നിങ്ങൾ പറയുന്ന മുഴുവൻ ആളുകളും അവരെല്ലാം ഉണ്ടായിട്ട് അല്ലെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ശേഷമാണെങ്കിൽ അതിന്റെ ശേഷമുള്ള നിങ്ങളെ മുഴുവൻ മൗലവിമാരും ഉണ്ടായിട്ട് മുഴുവൻ നേതാക്കന്മാരും ഉണ്ടായിട്ട് ഇപ്പോഴും ആ പദ്യം മദീനത്തെ പള്ളിന്റെ ചുമരുമ്പൽ ഇല്ലാതെ നിങ്ങൾ പറയുന്നില്ല. അതിന്റെ കുറെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് കൈ പോലെ മാറ്റിയിട്ടുണ്ട്, എന്നാലും കുറെ മാറ്റാതെ അവിടെ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള പദ്യം 200ഓളം കൊല്ലമേ ആയിട്ടുള്ളൂ. നബി ചൊല്ലിയതല്ല, സഹാബികൾ ചൊല്ലിയതല്ല, അത് കാക്കമാര് പിന്നെ എഴുതി വെച്ചതാണ്. ഈ കാക്കാമാർക്ക് എഴുതി വെക്കാറുള്ള പള്ളിയാണോ മദീനത്തെ പള്ളി? കാക്കാമാർ എഴുതി വെക്കുന്ന പള്ളിയാണോ മദീനത്തെ പള്ളി? ഇനി മൗലവി ചോദിക്കട്ടെ,
200ഓളം കൊല്ലമായി മദീനത്തെ ഹറമിൽ എഴുതി വെച്ചത് തെളിവല്ല എന്ന് പറയുന്ന നിങ്ങൾ അതിന്റെ 1 മിനിറ്റ് മുമ്പയല്ലേ പറഞ്ഞത് 12 കൊല്ലമായി ഷാർജയിൽ ഞാൻ ഇതാ മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്നു, അതുകൊണ്ട് മലയാളത്തിൽ ഖുതുബ ഓതാമെന്നതിന് 12 കൊല്ലം സെലഫി ചെയ്താൽ തെളിവ്, അത് ഷാർജയിലെ പള്ളി ചെയ്ത തെളിവ്, 200ലധികം കൊല്ലം മദീനത്തെ പള്ളിയിൽ ലോക മുസ്ലിങ്ങൾ അംഗീകാരത്തോടെ എഴുതി വെച്ചാൽ അത് നബി ചെയ്തതല്ലാത്തത് കൊണ്ട് തെളിവല്ല. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ജാറ സംബന്ധിച്ച് കള്ളജാറമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ആ ജാറമൊന്ന് കാണിക്കൂ. പച്ചക്കുബയുള്ള റസൂലുള്ളാഹിന്റെ ജാറം, ആ ജാറത്തെ സംബന്ധിച്ച് നിങ്ങൾ കള്ളജാറമെന്ന് പ്രസംഗിച്ചില്ലേ? ഇവിടെ വന്നിട്ട് മരിക്കണ്ടേ എന്ന് ചോദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന മൗലവി, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിപ്പറഞ്ഞിട്ട് ഇവിടെ കബളിപ്പിക്കുന്ന മൗലവി, കള്ളജാറമെന്ന് റസൂലുള്ളാഹിന്റെ കാണുന്ന പച്ചക്കുബയുള്ള ജാറത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? ആ റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ കഴിയൂല എന്ന് മൗലവി പറയുന്നു. മൗലവിക്കല്ലേ കാണാൻ കഴിയാത്തത്? സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന അൽ മുസ്ലിമൂൻ പത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് ജാറം പച്ചപ്പെട്ടുകൊണ്ട് പുതച്ചിട്ട് ആ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? ആ പത്രം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനിവിടെ കാണിച്ചില്ലേ? അതിന്റെ ഒറിജിനൽ കോപ്പി കാണിച്ചില്ലേ? എന്റെ CD-യിൽ അത് കാണിച്ചില്ലേ? നിങ്ങൾ എന്തേ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അനുയായിയാണോ? നിങ്ങൾ വലിയ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് പ്രസംഗിച്ചിട്ട് ആളുകളെ കുപ്പിയിലാക്കിയിട്ട് മുജാഹിദാക്കാൻ ആ അടവ് ഇനി നടക്കൂല കേട്ടോ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ജാറത്തെ സംബന്ധിച്ച് നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ് ഞാൻ കേൾപ്പിച്ചത്. കള്ളജാറമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറം കള്ളജാറമാണോ? സൗദി അറേബ്യയിലെ ഗവൺമെന്റ് കള്ളന്മാരാണോ? അവിടെയുള്ള ഭരണാധികാരികൾ കള്ളന്മാരാണോ? എന്റെ മൗലവി വിളിച്ചു പറഞ്ഞത് എന്താണ്? ആരുടെ മുന്നിലാണ് ഇത് വിളിച്ചു പറഞ്ഞത്? എന്താണ് വിളിച്ചു പറഞ്ഞത്? ലക്കുല്ലകാലുമില്ലേ